സ്നേഹിതരെ, എല്ലാവർക്കും ദവാർ യാവേ എന്ന പ്രതിവാര വചന പഠന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. 119 സങ്കീർത്തനത്തിൻ്റെ 105 വചനം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനു വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സർവശക്തനായ ദൈവമേ, വചനത്താൽ സമസ്തവും സൃഷ്ടിച്ച് അതേ വചനത്താൽ തന്നെ എല്ലാറ്റിനെയും വീണ്ടെടുത്ത് പരിപാലിക്കുന്ന അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളുടെ ആത്മീയ യാത്ര നടത്താൻ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാപാരങ്ങളെ നിയന്ത്രിക്കാൻ അവിടുന്ന് അങ്ങേ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയായി നമ്മൾ ബൈബിൾ എന്താണ്, എങ്ങനെയാണ് ബൈബിൾ രൂപപ്പെട്ടത്, എന്തുകൊണ്ടാണ് ബൈബിൾ ദൈവനിവേശിതമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്, പഠനങ്ങളാണ് നടത്തിയത്. ഇന്ന് ബൈബിൾ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദ ബൈബിൾ. അപ്പസ്തോല പ്രവർത്തനം 8 അധ്യായം 31 വാക്യം വളരെ മനോഹരമായ ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ. അപ്പസ്തോലൻ ഫിലിപ്പോസും എത്യോപ്യക്കാരനായ ഷണ്ടനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടുത്തെ ഭാഗം. ഇവിടെ ഏശയ്യാ പ്രവചനം വായിച്ചുകൊണ്ട് രഥത്തിൽ യാത്ര ചെയ്തിരുന്ന എത്യോപ്യക്കാരനായ ഈ ഷണ്ടനോട് ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ഈ മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് 8:31, അപ്പസ്തോല പ്രവർത്തനം 8:31. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാനിവ മനസ്സിലാക്കുന്നത്? ദൈവവചനത്തെ സ്നേഹിക്കുന്ന, വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. അപ്പോഴൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, വചനം തന്നെ വ്യക്തമായി നമ്മളോട് പറയുന്നു, ആരെങ്കിലും കൃത്യമായി വ്യാഖ്യാനിച്ചു തരേണ്ടതുണ്ട് ബൈബിളിനെ. കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഒക്കെ നടത്തുന്ന വലിയൊരു ആരോപണമാണ്, സഭ ബൈബിൾ മറച്ചു പിടിച്ചു. സാധാരണ വിശ്വാസികളിൽ നിന്ന് സഭ ബൈബിൾ മറച്ചു പിടിച്ചു, പൊതു ഉപയോഗത്തിൽ നിന്ന് ബൈബിള് മറച്ചു പിടിച്ചു എന്നുള്ള ആരോപണം. പ്രൊട്ടസ്റ്റൻ്റ് റവല്യൂഷനോടനുബന്ധിച്ച് ലൂതറൻ സഭകൾ ഉയർത്തിയ ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു സോള സ്ക്രിപ്തൂര. സ്ക്രിപ്ചർ, ഓൺലി സ്ക്രിപ്ചർ, വചനം മാത്രം മതി, ബൈബിൾ മാത്രം മതി, നിത്യരക്ഷയ്ക്ക് ബൈബിൾ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം അങ്ങനെ വിശുദ്ധ പാരമ്പര്യങ്ങളെ, സഭയുടെ അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ ഒക്കെ അവർ നിരാകരിച്ചുകൊണ്ട് ഉയർത്തി കാണിച്ച ഒരു മുദ്രാവാക്യമാണ് സ്കോള സ്ക്രിപ്ചൂര. ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയതിൻ്റെ പരിണിത ഫലമായിട്ട് ബൈബിളിൻ്റെ സ്വതന്ത്ര പരിഭാഷകൾ ഇറങ്ങി. ലൂതർ തന്നെ 1546 ജർമ്മൻ ഭാഷയിൽ, തുടർന്ന് 1611 ഇംഗ്ലീഷ് ഭാഷയിൽ, ഇങ്ങനെ വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ബൈബിൾ പരിഭാഷകൾ നടന്നു. ബൈബിൾ സാധാരണ ജനങ്ങളിലേക്ക് സുലഭമായി എത്തിച്ചു കൊടുത്തു. ബൈബിൾ രൂപപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും അതെഴുതിയ വ്യക്തികളുടെ ഉദ്ദേശത്തെക്കുറിച്ചും ബൈബിൾ ലോകത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെ, സംസ്കാരത്തെക്കുറിച്ച്, ബൈബിളിലെ ഭാഷയെക്കുറിച്ചും ഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ചും ഒന്നും ഒരു ധാരണയുമില്ലാതെ വചനം തങ്ങളുടെ ബുദ്ധിക്ക്, അറിവിന് അനുസൃതമായിട്ട് വ്യാഖ്യാനിച്ച് തുടങ്ങിയത് അങ്ങനെയാണ്. അങ്ങനെയുള്ള അനേക വ്യാഖ്യാനങ്ങൾ സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ മനസ്സിനോടോ ദൈവത്തിൻ്റെ വെളിപാടിനോടോ പലതും പലതരത്തിലും യോജിക്കാത്തതായിരുന്നു.
ഇങ്ങനെ ഈ വിചിത്രമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയ വലിയ ക്ഷതം സഭാഗാത്രത്തിൽ ഭീകരമാണെന്നറിയണമെങ്കിൽ സോളാ സ്ക്രിപ്തൂര എന്ന് പറഞ്ഞ് ബൈബിൾ പൊതുസമൂഹത്തിലേക്ക് ഉപയോഗത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഇന്ന് എണ്ണിയാൽ തീരാത്ത പോലെ ചിതറി ഡിനോമിനേഷനുകളായി ഓരോരുത്തരും സ്വന്തം സ്ഥാപിത താല്പര്യത്തിനനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുകയും അതിൽ വിശ്വസിക്കാൻ കുറേ ആളുകളെ കൂട്ടം കൂടുകയും അതൊരു സാമ്പത്തിക ശക്തിയായി മാറുകയും ഒരു സംവിധാനമായി മാറുകയും ഇങ്ങനെ ഒരു ഡിനോമിനേഷൻ രൂപപ്പെടുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ ദുർവ്യാഖ്യാനം സഭയെ അതിഭീകരമായി ചിതറിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയായ ബൈബിൾ വ്യാഖ്യാനം എങ്ങനെയാവണം, ആരാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. പ്രത്യേകിച്ച് സമീപകാല കേരളത്തിൽ തന്നെയാണെങ്കിൽ വിനാശകരമായ വളരെ പൈശാചികമായ ചില സെക്റ്റുകൾ ക്രിസ്തുമതത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ, പരസ്പരം വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരെ ശത്രുക്കളാക്കിയ, ഇതര മതസ്ഥരെയൊക്കെ പൈശാചികമായ ശത്രുതയോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന, അവരുടെ ആചാരങ്ങളെയൊക്കെ എല്ലാം പൈശാചികമാണെന്ന് മുദ്ര കുത്താൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വികല വ്യാഖ്യാനങ്ങളും സെക്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്, ആരാണ് ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ അതോറിറ്റി, കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസികൾക്ക് അടിസ്ഥാനപരമായ ശരിയായ അറിവ് അനിവാര്യമാണ്. നമ്മൾ എന്തിനാണ് ബൈബിൾ പഠിച്ച് വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നത്? ശരിക്കും ബൈബിൾ വ്യാഖ്യാന ചരിത്രത്തിൻ്റെയൊക്കെ പിതാവെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ഷേ വിശുദ്ധ ജെറോമായിരിക്കും. മഹാതാപസനായ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ താപസ തുല്യമായ ജീവിതം വചനത്തോടുള്ള അഗാധമായ വചന പഠനത്തിലും ധ്യാനത്തിലും ബൈബിൾ ഭാഷയും സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനത്തിലുമൊക്കെ ചിലവഴിച്ചിട്ടാണ് അദ്ദേഹം ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയത്. ഇങ്ങനെയുള്ള ബൈബിൾ പഠനത്തിന് എങ്ങനെയാണ് പ്രാധാന്യമുണ്ടാവുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഈ ബൈബിൾ ഇന്ന് ഏതാണ്ട് 3500 വർഷം മുമ്പ് അതിൻ്റെ ആദ്യ ചില ഭാഗങ്ങൾ എഴുതി തുടങ്ങിയതാണ്. 2000 വർഷം മുമ്പ് രചന പൂർത്തിയാക്കിയതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് രചന പൂർത്തിയാക്കിയ, നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത മറ്റൊരു വൻകരയിൽ, അതല്ലെങ്കിൽ മറ്റൊരു ഭൂവിഭാഗത്തിൽ തികച്ചു വ്യത്യസ്തമായൊരു സെമിറ്റിക് സംസ്കാരത്തിൽ വ്യത്യസ്തമായ ഭാഷകളിൽ രൂപം കൊണ്ട ഈ കൃതിയെ ഇന്ന് 2000 വർഷം മുമ്പ് ഇപ്പുറത്തിരുന്ന് എൻ്റെ ആ പരിമിതമായ അറിവും ജീവിത സാഹചര്യത്തിൽ നിന്ന് ഞാൻ എനിക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് ഈ ബൈബിളിനോട് ചെയ്യുന്ന വലിയൊരു പാതകമാണ്. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ, വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ ദൈവം അവർക്ക് നൽകിയ പ്രചോദനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ബൈബിൾ ഭാഷയുടെ പഠനം, പ്രത്യേകിച്ച് ഹീബ്രു, ഗ്രീക്ക്, അറമായിക് ഭാഷകളുടെ ആധികാരികമായ പഠനം, ആഴത്തിലുള്ള പഠനം, ബൈബിൾ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം, ബൈബിൾ ലോകത്തിലെ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനം, ബൈബിളിലെ വ്യത്യസ്തമായ ഭാഷാ പ്രയോഗങ്ങൾ, ഫിഗർ ഓഫ് സ്പീച്ചുകളെക്കുറിച്ചുള്ള പഠനം, ഇത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതല്ല ബൈബിൾ. ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതല്ല ബൈബിൾ. അത് സഭയാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്. നമ്മൾ മുൻപ് എപ്പിസോഡുകളിൽ പറഞ്ഞു, ബൈബിൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടതല്ല, സഭയെ ഭരമേൽപ്പിച്ചതാണ് ബൈബിൾ. ദ ചർച്ച്, ദ കാത്തലിക് ചർച്ച് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ബൈബിൾ. അപ്പോൾ അവളുടെ മനസ്സും അവളുടെ മാനദണ്ഡങ്ങളും അനുസരിച്ച് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ബൈബിൾ വ്യാഖ്യാനമായിട്ട് മാറുന്നത്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനം 1:21 വളരെ കൃത്യമായി അക്കാലം മുതൽ പിൻതലമുറകളിലേക്കുണ്ടാവുന്ന എല്ലാ ബൈബിൾ ദുർവ്യാഖ്യാനങ്ങളെയും നിശിതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളൊന്നും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. ഈ സഭ അടിത്തറയിട്ടിരിക്കുന്ന പത്രോസ്, കേപ്പ എന്ന പാറമേൽ അടിത്തറയിട്ട ഈ സഭയുടെ ആദ്യ മാർപ്പാപ്പ, അപ്പസ്തോല സമൂഹത്തിൽ നിന്ന് ഈ ഇടയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയാണ്, ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല ബൈബിൾ.
സ്വന്തമായി നടത്തുന്നത് വ്യാഖ്യാനമല്ല, ദുർവ്യാഖ്യാനമാണ്. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനം പഠിച്ച് വ്യാഖ്യാനിക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ബൈബിൾ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ഗ്രീക്ക് ഹെബ്രായ ഭാഷകളിൽ ധാരാളം ഫിഗർ ഓഫ് സ്പീച്ചുകളുണ്ട്, ഭാഷാ പ്രയോഗങ്ങൾ. അതിലൊന്നാണ് മെറിസം എന്ന് പറയുന്നൊരു ഭാഷാ പ്രയോഗമുണ്ട്. അതനുസരിച്ച് അവർ 2 ഓപ്പോസിറ്റ് പോളുകളെ അവതരിപ്പിച്ചിട്ട് ഒരു സമഗ്രമായ ആശയം അവതരിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാൽ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ നിരവധി തവണ കാണുന്നുണ്ട്, കർത്താവെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇരിക്കുന്നതോ എഴുന്നേൽക്കുന്നതോ ദൈവം കാണുന്നുള്ളതല്ല, എൻ്റെ ജീവിത വ്യാപാരങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ ദൈവം അറിയുന്നു എന്നുള്ളതാണല്ലോ. ഇതുപോലെയുള്ള മനോഹരമായൊരു ബൈബിൾ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നും, അകത്തു വരുന്നു, പുറത്തു പോകുന്നു, മേച്ചിൽ സ്ഥലം കണ്ടെത്തുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹെബ്രായ ഭാഷയിലെ മെറിസം എന്ന് പറയുന്ന ഒരു ഭാഷാ പ്രയോഗമാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചത്. അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഒരു ഇഡിയം ഉപയോഗിച്ചിട്ടുണ്ട്, ഹെബ്രായ ഭാഷയിലുണ്ട്. അതിങ്ങനെയാണ്, ബെബൈത്തേക്ക ബെത്സൈത്തേക്ക. ഇതാണ് അകത്ത് വരുന്നു പുറത്തു പോകുന്നു എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ ഞാനാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ജീവിതത്തിൻ്റെ സമഗ്രതയിൽ പുതിയ മേച്ചിൽ സ്ഥലം കണ്ടെത്തുമെന്നാണ് പരിഭാഷ കൃത്യമായി വരേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ബൈബിൾ ഭാഷ, സംസ്കാരം, ഭാഷാ ശൈലികൾ ഇതൊക്കെ പഠിക്കേണ്ടത് കൃത്യമായ വ്യാഖ്യാനത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. കത്തോലിക്ക സഭയുടെ വേദപുസ്തകത്തെക്കുറിച്ചുള്ള ആധുനിക കാലത്തെ ഏറ്റവും അടിസ്ഥാനവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രബോധന രേഖയാണല്ലോ വത്തിക്കാൻ കൗൺസിലിൻ്റെ ദെയ് വെർബും എന്ന് പറയുന്ന പ്രമാണരേഖ. അതിൻ്റെ 12-ാമത്തെ ഖണ്ഡിക, അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 104 മുതൽ 119 വരെയുള്ള ഖണ്ഡികകൾ വചനവ്യാഖ്യാനത്തിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയുകയാണ്. 5 മാനദണ്ഡങ്ങൾ ഇവയിൽ നിന്ന് നമുക്ക് സംശീകരിക്കാൻ പറ്റും. അതിലാദ്യത്തെ മാനദണ്ഡം, ആരൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബൈബിളിൻ്റെ സാഹിത്യ രൂപങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ ധാരാളം സാഹിത്യ രൂപങ്ങളുണ്ട്. ലിറ്റററി ജനറേ ഓഫ് ദ ബൈബിൾ എന്ന് പറയും. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പഠന ശാഖയാണ് ഫോം ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇതേത് ഏത് സാഹിത്യ രൂപത്തിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? ഉപമകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, കവിതയുണ്ട്, അങ്ങനെ പല അന്യാർത്ഥങ്ങളുണ്ട്, അങ്ങനെ പല അന്യാപദേശങ്ങളുണ്ട്, ഇങ്ങനെ പല സാഹിത്യ രൂപങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ഞാൻ വായിക്കാനും വ്യാഖ്യാനിക്കാനും പോകുന്ന വചനഭാഗമെന്ന് തിരിച്ചറിയാമെന്നുള്ളതാണ് ആദ്യത്തെ മാനദണ്ഡം. 2-ാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയും. ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഒരു വചനഭാഗത്തെ അടർത്തി മാറ്റി തികച്ചും വേറൊരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ ദുർവ്യാഖ്യാനമാണ്. ഇന്ന് പല പ്രഭാഷകരും ബൈബിൾ പ്രസംഗകരും ധാരാളമായി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈ ദൈവവചനത്തെ, പ്രത്യേകിച്ച് പഴയ നിയമ വചനഭാഗങ്ങളെയൊക്കെ പലരുടെയും സ്ഥാപിതമായ ആശയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, ഉദാഹരണം പറഞ്ഞ ഈ ശാപത്തിൻ്റെ, സമൃദ്ധിയുടെ, ശിക്ഷയുടെ, തലമുറകളുടെ ശാപത്തെക്കുറിച്ച് ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായ 2-ാമത്തെ മാനദണ്ഡമാണ് ഏത് ഭാഗമാണോ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, വിശുദ്ധ ഗ്രന്ഥകാരൻ എന്താണത് പറയാനുള്ള പശ്ചാത്തലം എന്താണ്, ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്, ഇത് മനസ്സിലാക്കണം. 3-ാമത്, ഈ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാം. ഒറിജിനൽ ഓഥർ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാം. കാരണം ദ ടെക്സ്റ്റ് കനോട്ട് മീൻ വാട്ട് ഇറ്റ് നെവർ മെൻറ്റ് എന്നുള്ളതാണ്. ദ ടെക്സ്റ്റ് കനോട്ട് മീൻ വാട്ട് ഇറ്റ് നെവർ മെൻറ്റ്. അപ്പോൾ വചനപശ്ചാത്തലം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം. അത് 3-ാമത്തെ ക്രൈറ്റീരിയ. ഇനി 4-ാമത്, കൺസിഡർ ദ ട്രഡീഷൻ ഓഫ് ദ ചർച്ച്. നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതാണ്, പലരും വിചാരിക്കുന്നത് പോലെ അക്കത്തോലിക്കരായ പല ഡിനോമിനേഷനുകൾ പ്രചരിപ്പിക്കുന്ന പോലെ
വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത വെളിപാടല്ല ബൈബിൾ. സഭയിലാണ് ബൈബിൾ രൂപപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയിലാണ് ബൈബിൾ രൂപപ്പെട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 20:31 കൃത്യമായി നമ്മളിത് വായിക്കുന്നില്ലേ? ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം കാര്യങ്ങളും യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. അവ എഴുതപ്പെട്ടിരുന്നെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് എഫേസോസിൽ ജീവിച്ചിരുന്ന ജ്ഞാനവൃദ്ധനായ യോഹന്നാൻ എഴുതുന്നത്. അപ്പം നോക്കണം, എന്താണ് ഇവിടെ പാരമ്പര്യം? വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോളാ സ്ക്രിപ്തൂര എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് സഭയും അതിൻ്റെ ഡിനോമിനേഷനുകളും പുച്ഛത്തിൽ ഒഴിവാക്കിയ പാരമ്പര്യം എന്താണ്? പുരോഗമന ആശയക്കാരായ പല കത്തോലിക്ക സമൂഹ അംഗങ്ങളും ഒരുപക്ഷെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പാരമ്പര്യങ്ങൾ എന്താണ്? ഇറ്റ് ഇസ് നോട്ട് എ ബണ്ടിൽ ഓഫ് റിച്വൽസ്. ഒരു ആചാരങ്ങളുടെ ഒരു കൂട്ടത്തെ അല്ല ഇവിടെ പാരമ്പര്യം, ട്രഡീഷൻ എന്നുദ്ദേശിക്കുന്നത്. യേശുവിൽ നിന്നും അപ്പസ്തോലന്മാരിൽ നിന്നും കൈമാറി കിട്ടിയ പ്രബോധനത്തിൻ്റെയും ജീവിതചര്യകളുടെയും നിർമ്മലമായ ശേഖരമാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിത്ത് എ ബണ്ടിൽ ഓഫ് റിച്വൽസ്. ഏതെങ്കിലും കുറേ അനുഷ്ഠാനങ്ങളുടെ കൂട്ടമാണ് നമ്മളിവിടെ ആവർത്തിച്ച് പറയുന്ന വിശുദ്ധ പാരമ്പര്യങ്ങളും തെറ്റിദ്ധരിക്കരുത്. കർത്താവിൽ നിന്നും അപ്പസ്തോലന്മാരിൽ നിന്നും കൈമാറി കിട്ടിയ ആദിമസഭയുടെ നിർമ്മലവും വിശുദ്ധവുമായ ജീവിതചര്യയുടെ ശേഖരമാണ് ഈ പാരമ്പര്യം. ഇതിനെ ഒഴിവാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഈ പാരമ്പര്യത്തിൽ നിന്നാണ് വിശുദ്ധ ബൈബിൾ ലിഖിത രൂപം പ്രാപിച്ചത്. അപ്പോൾ ബൈബിളിനെക്കുറിച്ച് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എഴുതപ്പെട്ട വിശുദ്ധ പാരമ്പര്യമാണ് ബൈബിൾ. അപ്പോൾ എഴുതപ്പെടാത്ത യോഹന്നാൻ ശ്ലീഹ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെടാത്തതുകൊണ്ട് അത് വാമൊഴിയായി ആദിമസഭയുടെ വിശുദ്ധ ശീലങ്ങളും നിഷ്ഠകളുമായി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. വേരുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മൂഢത്തരമാണ് വിശുദ്ധ പാരമ്പര്യങ്ങളെ പടിക്കപ്പുറത്ത് നിർത്താൻ ശ്രമിക്കുന്ന അഭിനവ പുരോഗമന ആശയക്കാരും അതുപോലെ സോളാ സ്ക്രിപ്തൂര മുദ്രാവാക്യത്തിൽ വിശ്വസിക്കുന്നവരും നടത്തുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അഞ്ചാമത്തെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഹാർമണി ഓഫ് സ്ക്രിപ്ചർ എന്നാണ്. ദൈവവചനത്തിൻ്റെ പാരസ്പര്യത്തെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി 1 മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം വരെ ഇടമുറിയാത്ത ദൈവിക വെളിപാടിൻ്റെ പുസ്തകമാണ്. ഇതിൽ ഒരു ഭാഗവും മറ്റൊരു ഭാഗത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഒരു വ്യാഖ്യാനവും മറ്റൊരു ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ബൈബിളിൻ്റെ അപാരമായ ഈ ഹാർമണിയെ, പാരസ്പര്യത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് നടത്തേണ്ടത്. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ മനോഹരമായ 5 മാനദണ്ഡങ്ങൾ എല്ലാ വ്യാഖ്യാതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അനുസരിച്ച് വ്യാഖ്യാനിക്കണമെങ്കിൽ ബൈബിൾ കൃത്യമായി പഠന വിഷയമാക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കാണ്, ഞാൻ കഴിഞ്ഞ 7 വർഷങ്ങളായി ബൈബിളുമായിട്ടുള്ള ബൈബിൾ പഠനത്തിലായിരുന്നു. ഇന്നും ഈ അർത്ഥസാഗരത്തിൻ്റെ മുമ്പിൽ വിസ്മയത്തോടെയും എൻ്റെ അറിവില്ലായ്മയെക്കുറിച്ചുള്ള അവബോധത്തോടും കൂടിയേ നിൽക്കാൻ പറ്റുന്നുള്ളൂ. അത്ര വിശാലമാണ് ബൈബിളിൻ്റെ ലോകം. അത് ഒന്നും പഠിക്കാതെ ആർക്കും വ്യാഖ്യാനിക്കാവുന്നതല്ല ബൈബിളെന്ന് നമ്മൾ ഓർക്കണം. ബൈബിൾ ഒന്നും പഠിക്കാതെ നടത്തുന്ന വ്യാഖ്യാനത്തെ വൈദ്യം പഠിക്കാത്തവർ രോഗിയെ ചികിത്സിക്കുന്നത് പോലെ മാരകമാണ്. വൈദ്യശാസ്ത്രം പഠിക്കാത്ത ആളുകൾ രോഗത്തിന് ചികിത്സിക്കുന്നത് പോലെ മാരകമാണ് ദൈവവചനം പഠിക്കാത്തവർ അത് പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഓർക്കണം. അജ്ഞതയിൽ നിന്ന് പലരും നടത്തിയ ദുർവ്യാഖ്യാനങ്ങളാണ് ക്രിസ്തുവിൻ്റെ സഭയെ ഛിന്നഭിന്നവും ദുർബലവും വികലവുമാക്കി മാറ്റിയത്. അതുകൊണ്ട് ആഴമായ ബൈബിൾ പഠിച്ചുള്ള വ്യാഖ്യാനങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട്. വിശ്വാസികൾ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെയാണ് പിന്തുടരേണ്ടത്. ഇനി ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ചില ആധുനിക രീതികൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്ന ഇതൊരു ശാസ്ത്രമാണ് ബൈബിൾ വ്യാഖ്യാനം. അതിൻ്റെ പ്രധാനപ്പെട്ട ചില രീതികളെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശരിക്കും സഭയുടെ ചരിത്രത്തിൽ ലയോ 13 മാർപ്പാപ്പയാണ് ബൈബിളിൻ്റെ ശാസ്ത്രീയ പഠനത്തിന് രൂപം നൽകുന്നതും
പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ ആരംഭിക്കുന്നത്, അതുപോലെ ജെറൂസലേമിലെ ബൈബിളിൻ്റെ ക്രിറ്റിക്കൽ സ്റ്റഡി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എക്കോൾ ബിബ്ലിക്കെ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്, ഇങ്ങനെ ബൈബിൾ ശാസ്ത്രീയമായ പഠനത്തിന് തുറന്നു കൊടുക്കുന്നത് ലയോ 13 മാർപ്പാപ്പയാണ്. അക്കാലഘട്ടം മുതലാണ് ശരിക്കും ശാസ്ത്രീയ ബൈബിൾ വ്യാഖ്യാന രീതികളെക്കുറിച്ച് കത്തോലിക് ചർച്ചിനുള്ളിൽ സജീവമായ ചർച്ചകൾ വരുന്നു. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ശാസ്ത്രീയമായ രീതികളെ 4 കാറ്റഗറിയിൽപ്പെടുത്താം. അതിലാദ്യത്തേത് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ്, ചരിത്ര വിമർശന രീതി. ഇതൊരു രീതിയല്ല, പല രീതികൾ അതിനകത്തുണ്ട്. അതിലാദ്യത്തേത് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡുണ്ട്. ഏത് കൃതിയാണ് മൂലകൃതിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, വിവിധ പരിഭാഷകളിൽ പ്രതികൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതാണ് കൂടുതൽ വിശ്വസനീയമായത്, ആധികാരികമായത്, ഈ പഠനമാണ് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം. ബൈബിൾ വ്യാഖ്യാനത്തിൽ, ബൈബിൾ പഠനത്തിൽ ഏറ്റവും പ്രാഥമികമായി എല്ലാവരും നടത്തുന്ന ഒന്നിതാണ്. അടുത്തത് സോഴ്സ് ക്രിറ്റിസിസം. ഈ വചനഭാഗം, ബൈബിൾ ഭാഗം രൂപപ്പെട്ടത് ഏത് ഉറവിടത്തിൽ നിന്നാണ്, ഉറവിട നിരൂപണം എന്നാണ് സോഴ്സ് ക്രിറ്റിസിസം. മൂന്നാമത്തത് ഫോം ക്രിറ്റിസിസം എന്ന് പറയും. ഇത് ഏത് ലിറ്റററി ജേനറെ പെടുന്നതാണ്, സാഹിത്യ രൂപത്തിൽപ്പെടുന്നതാണ്. വീണ്ടും ഒരു റിഡാക്ഷൻ ക്രിറ്റിസിസം എന്ന് പറയുന്ന നാലാമതൊരു വിഭാഗം ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡിൽ ഉൾപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൻ്റെ വിവിധ റിഡാക്ഷൻ പ്രോസസ്സുകൾ, പല എഴുത്തുകാർ ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയോ, ഇതിൻ്റെ പകർത്തി എഴുപ്പുകളിൽ തെറ്റുകൾ സംഭവിച്ചോ, ഇങ്ങനെയുള്ള പഠനം റിഡാക്ഷൻ ക്രിറ്റിസിസം എന്ന് പറയും. ഇത് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനുള്ളിലെ ഉപവിഭാഗങ്ങളാണ്. അതുപോലെ പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ബൈബിൾ വ്യാഖ്യാന പഠന രീതിയാണ് നറേറ്റീവ് ക്രിറ്റിസം. എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വേദപുസ്തകത്തെ ഒരു വിവരണമായിട്ടെടുത്തുകൊണ്ട് ആ വിവരണം എങ്ങനെയാണ്, അതിലെ കഥാപാത്രങ്ങൾ, അവർ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥയായി, ഒരു വിവരണമായി കരുതി പഠിക്കുന്നതാണ് നറേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും. അതുപോലെ മൂന്നാമതൊരു പ്രധാനപ്പെട്ട രീതിയാണ് റെറ്ററിക് ക്രിറ്റിസിസം. ബൈബിളിൽ ധാരാളം പ്രഭാഷണങ്ങളുണ്ട്. ഓരോ പ്രഭാഷണത്തിൻ്റെയും ലക്ഷ്യം തന്നെ അനുവാചകരെ പ്രചോദിപ്പിക്കുക, മാനസാന്തരത്തിന് നിർബന്ധിക്കുക, ഭാവാത്മകമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള റെട്ടറിക്കിനെ കുറിച്ചുള്ള പഠനം, ശൈലികളെക്കുറിച്ചുള്ള പഠനം, റെട്ടറിക് ക്രിറ്റിസിസം. നാലാമത് പറഞ്ഞാൽ വേറൊരു ഏറ്റവും ആധുനിക പഠന രീതിയാണ് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം. വ്യാഖ്യാതാവിന് എന്താണ് ഇത് വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു ഇൻസൈറ്റ്, അതിനെ ആശ്രയിച്ചുള്ള പഠനം. ഇങ്ങനെ വ്യത്യസ്തമായ പഠന രീതികളുണ്ട് ബൈബിൾ വ്യാഖ്യാനത്തിൽ എന്നുകൂടി ഓർപ്പിക്കും. ഇനി ഈ ഒരു സെഷൻ നമ്മൾ കണ്ടത് ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. ആരാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്? അതിൻ്റെ ഉടമസ്ഥയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. അത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. അവളെയാണ് ബൈബിൾ ഭരമേൽപ്പിച്ചത്. അവളുടെ വിശുദ്ധ കൂട്ടായ്മകളിലാണ്, സഭയുടെ ഞായറാഴ്ച ആചരണങ്ങളിലാണ്, ആരാധന കൂട്ടായ്മകളിലാണ് ബൈബിൾ ദൈവവചനമാണെന്ന് അംഗീകാരം ലഭിച്ചതും അത് തിരഞ്ഞെടുക്കപ്പെട്ടതും അതിന് ആധികാരികതയും സ്വീകാര്യതയും ലഭിച്ചതും. അവളാണ് ബൈബിളിനെ നൂറ്റാണ്ടുകൾ കഠിനമായ പീഡനങ്ങൾ സഹിച്ചും സംരക്ഷിച്ചത്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥയും അത് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവളുമായ സഭയാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്. അവളുടെ മാനദണ്ഡങ്ങളനുസരിച്ച് ബൈബിൾ വ്യാഖ്യാനിക്കണം. ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനും ദുർവ്യാഖ്യാനത്തിനും ദുരുപയോഗത്തിനും ദൈവവചനമെന്ന മഹാദാനം നിമിത്തമാവാൻ പാടില്ല. ദൈവവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ, വചനം പഠിച്ച് അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ സഭയെ, സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരെ, വിശ്വാസികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറവിയും കൃപയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.